വെൽക്കം ടു CC ബാങ്ക്. ഞാൻ മേഘ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, KRFEDന്റെ എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ CSEBയുടെ എക്സാമിനൊക്കെ ആണെങ്കിലും സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ഈ എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ചില വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് എങ്ങനെയാണ് അതിനെ, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് ആ ഒരു അപ്രോച്ച് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കൂ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരികയാണ്. ചോദ്യം കാണുമ്പോൾ നല്ല വലിപ്പമുള്ള ചോദ്യമാണ് അല്ലേ? അതായത് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു കാൽ ഭാഗം തന്നെ ഈ ഒരു ചോദ്യത്തിനായിട്ട് വേണം. അപ്പോൾ ഇത് JCAയുടെ എക്സാമിനും കേരള ബാങ്കിന്റെ എക്സാമിനൊക്കെ നമുക്കറിയാം. അതായത് PSC കണ്ടക്ട് ചെയ്യുന്ന കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പരീക്ഷകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. CSEBയുടെ എക്സാമിന് ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം പാറ്റേൺ മാറാം. കാരണം CSEBയുടെ എക്സാമിനാണെന്നുണ്ടെങ്കിലും ഇനി നെഗറ്റീവ് മാർക്ക് വരാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കടന്നു വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് വേണം പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നോക്കൂ, ഈ ചോദ്യം എന്തൊരു വലിപ്പമാണ് അല്ലേ? അപ്പോൾ ഇത് വായിച്ചു നോക്കാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു ഡ്യൂട്ടീസ്, പവേഴ്സ് ഓഫ് രജിസ്ട്രാർ റിലേറ്റഡ് ടു സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. എന്നിട്ട് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പിന്നെ 1 and 2 only, 3 and 4 only, 3 and 5 only, 4 and 5 only എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ അയ്യോ ഇത് വലിയ ചോദ്യമാണല്ലോ, ഇതൊന്നും എനിക്കൊന്നും മനസ്സിലാവണില്ല, ഇത് വായിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഈ ചോദ്യങ്ങൾ ഒന്നില്ലെങ്കിൽ വിടാറാണ് പതിവ്. ഓക്കെ, നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണെങ്കിൽ തീർച്ചയായിട്ടും വിടാനാണ് സാധ്യത. പക്ഷേ ഇനി നിങ്ങൾ ഇതൊന്നും വിടേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയാണ് പഠിക്കുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യുക, ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ആദ്യം ഇത് ആൻസർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡിസ്പ്യൂട്ട് എന്താണെന്ന് അറിയണ്ടേ? ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമല്ലേ ആ ഒരു ചോദ്യത്തെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമുക്ക് നോക്കാം ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അറിയേണ്ട ബേസിക് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. കൂടാതെ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സിന്റെ സെക്ഷനിൽ വന്നിട്ടുള്ള ഭേദഗതികൾ എന്തൊക്കെയാണ്, അമെൻമെന്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഭേദഗതികളാണ് പ്രത്യേകമായിട്ട് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതികൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ കാര്യത്തിൽ നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. നോക്കൂ, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് സെക്ഷൻ 69 KCS ആക്ടിലെ സെക്ഷൻ 69 ആണ് ഡിസ്പ്യൂട്ട്സിനെ സംബന്ധിച്ച് പറയുന്നത്. Section 69 of KCS Act 1969 addresses the resolution of disputes among members, past members, persons claiming through them, and between the society and its members or other parties. ചുരുക്കം പറഞ്ഞാൽ സെക്ഷൻ 69 ഓഫ് KCS ആക്ട് ആണ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആ ഡിസ്പ്യൂട്ട് ആരൊക്കെ തമ്മിലാവാം അല്ലെ? സംഘങ്ങളും മറ്റ് പേഴ്സൺസ് തമ്മിലാവാം, സംഘങ്ങൾ തമ്മിലാവാം, അങ്ങനെ ഒരുപാട് പാർട്ടീസ് അതിൽ ഇൻവോൾവ് ആണ്. എന്താണെങ്കിലും ഈ തർക്കങ്ങളെ കുറിച്ച് എല്ലാം പറയുന്ന വകുപ്പാണ് സെക്ഷൻ 69 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 69. ഇനി ഡിസ്പ്യൂട്ട്സിനെ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സിനെ നമ്മൾ ബേസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കണ്ടോ, റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ മാനേജ്മെന്റ് ഓർ ബിസിനസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘത്തിന്റെ രൂപീകരണം, ഭരണഘടനയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, സംഘത്തിന്റെ ഒരു രൂപീകരണം അല്ലേ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ്. അതുപോലെ തന്നെ ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെന്റ് ഓർ ബിസിനസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ഇതിൽ തന്നെ ആർക്കാണ്, അപ്പൊ ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ് മനസ്സിലായി. ഇതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളെ തന്നെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല ഡിസ്പ്യൂട്ടുകളും വരും, പല രീതിയിലുള്ള തർക്കങ്ങൾ വരും. ചിലത് എന്താണ്? സാമ്പത്തികമായ തർക്കങ്ങളായിരിക്കും അല്ലെ, സാമ്പത്തികമായ തർക്കമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റർ അല്ലെ കുറച്ച് പൈസ, ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ വേണ്ട ഒരു 50 ലക്ഷം രൂപ, 50 lakh rupees ഒരു കോപ്പറേറ്റീവ് സംഘത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ ചിലപ്പോൾ അത് FD ആയിട്ടാവും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അയാളുടെ FD മെച്യൂർ ആവുന്ന സമയത്ത് അയാൾ സ്വാഭാവികമായിട്ടും ആ സംഘത്തിൽ പോയി. പക്ഷെ അയാൾക്ക് എന്താണ്? ആ പൈസ കിട്ടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ കുറച്ച് ദിവസം കൂടി ഒരു ഇത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടും അയാൾ പോയി, അപ്പോഴും അയാൾക്ക് എന്ത് കിട്ടുന്നില്ല? സംഘം
നൽകേണ്ട തുക തിരിച്ചു നൽകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തർക്കം വന്നു, ശരിയല്ലേ? ആ തർക്കം വന്നു കഴിഞ്ഞാൽ ആ തർക്കം പരിഹരിക്കാനായിട്ട് ഒരു അതോറിറ്റി ഉണ്ടാവണ്ടേ? അപ്പൊ ഇവിടെ ഈ തർക്കത്തിന്റെ പ്രധാന കാരണം ഒരു സാമ്പത്തിക വിഷയമാണ്, അല്ലെ? ഒരു മോണിറ്ററി ആയിട്ടുള്ള കാര്യമാണ്, സാമ്പത്തികമായ കാര്യമാണ്. അപ്പൊ നമുക്ക് പറയാം ഇതെന്താണ്, ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ് എന്ന് പറയാം. മോണിറ്ററി എന്ന് പറഞ്ഞാൽ മണി ടേംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൈസയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നതിനെ, സാമ്പത്തികമായ കാര്യത്തെയാണ് മോണിറ്ററി ടേംസ് അഥവാ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഒരു സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു പ്രൊമോഷനെ സംബന്ധിച്ച്, അല്ലെ, ഒരു സ്റ്റാഫ് പാറ്റേൺ ഒക്കെ ഉണ്ടാവും ഓരോ സംഘത്തിനും എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കുന്നതിന് ചില സർക്കുലറുകളും, അല്ലെ, ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരുപാട് ഉത്തരവുകളും കാര്യങ്ങളും ഒക്കെ ലോയിലും എസ്റ്റാബ്ലിഷ്മെന്റ് റൂളുകളിലും എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ചല്ലാതെ ഒരാൾക്ക് പ്രൊമോഷൻ നൽകി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട ആൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അയാൾ കയറേണ്ട അടുത്ത് മറ്റേ ആളായിരിക്കും കയറിയിട്ടുണ്ടാവുക. ചിലപ്പോൾ സീനിയോറിറ്റി കുറഞ്ഞതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇയാളുടെ പിന്നിൽ നിൽക്കുന്ന ഒരാളായിരിക്കും കയറിയിട്ടുണ്ടാവുക. എലിജിബിലിറ്റി ഇല്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ പ്രൊമോഷൻ നേടിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തർക്കം വന്നു. ആ തർക്കം എന്താണ്? എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള തർക്കമാണ്. മനസ്സിലായോ? ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ്. അപ്പൊ നമുക്ക് പറയാം അതൊരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണ് പ്രധാനമായും തർക്കങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, മോണിറ്ററി ഡിസ്പ്യൂട്ട്സും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം ഈ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് അങ്ങനെ ഉണ്ടായി. മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആരാണ് ഇതിനെ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആള്? ആരായിരിക്കും? സാമ്പത്തികമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകളാണെങ്കിൽ, തർക്കങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും രജിസ്ട്രാർ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇതിലൊരു തീർപ്പ് കൽപ്പിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്ട്രാറിലോട്ടാണ് ഈ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. നേരെ മറിച്ച് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതികളുണ്ട്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്സ് ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ രണ്ട് പ്രധാന സംവിധാനങ്ങളാണ് ഉള്ളത്. ഇതില് രജിസ്ട്രാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കാൻ രജിസ്ട്രാർ തന്നെ വേണമെന്നില്ല. രജിസ്ട്രാർ അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടുള്ള, ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ആർബിട്രേറ്റർ ആയാലും മതി. അപ്പോൾ രജിസ്ട്രാർക്കോ ആർബിട്രേറ്റർക്കോ എന്ത് ചെയ്യാം? മോണിറ്ററി ഡിസ്പ്യൂട്ട്സിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സും എംപ്ലോയി റിലേറ്റഡ് മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് നോക്കാം. നമുക്കറിയാം ഇതും ഇത് പറഞ്ഞ പോലെ തന്നെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സബ്സെക്ഷൻ ജെയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോംഡ് അണ്ടർ സെക്ഷൻ 14B. നമുക്കറിയാം 14B അനുസരിച്ചിട്ട്, അല്ലെ, സെക്ഷൻ 14B അനുസരിച്ചിട്ട് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അവർക്കും എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, മനസ്സിലാവോ? അവർക്കും എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അത് ആർക്കാണ് റെഫർ ചെയ്യുക? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലോട്ടാണ് റെഫർ ചെയ്യുക. കണ്ടോ? Between the members of the partnership formed under section 14B, such dispute shall be referred to the cooperative arbitration court constituted under section 70A. അപ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ സെക്ഷൻ ആണ് സെക്ഷൻ 70A. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ തന്നെ പഠിക്കണം, അല്ലെ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ സെക്ഷൻ 70A ആണ്. In the case of non-monetary disputes and to the registrar in the case of monetary disputes. അതായത് ഇപ്പോൾ ഈ മെമ്പേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പിലെ അംഗങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാവുകയാണ്. ആ തർക്കം മോണിറ്ററി ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരുടെ അടുത്തേക്ക് പോകും? രജിസ്ട്രാറുടെ അടുത്തേക്ക് പോകും, അല്ലെ, അല്ലെങ്കിൽ ആർബിട്രേറ്ററുടെ അടുത്തേക്ക് പോകും. നേരെ മറിച്ച് നോൺ മോണിറ്ററി ആണെങ്കിൽ ആരുടെ അടുത്തേക്ക് പോകും? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലോട്ട് പോകും. മനസ്സിലായോ? ഇനി നോക്കാം. As the case may be, shall decide such dispute and no other court or other authority shall have jurisdiction to entertain any suit or other proceedings in respect of such dispute. അതായത് ഈ ഒരു തർക്കത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളാണ്. ആ ഒരു മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ എന്ന് അനുസരിച്ചിട്ട് വേറെ ആർക്കും അതിലൊരു തീരുമാനം എടുക്കാനായിട്ട് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ഭേദഗതി 2023 KCS ആക്ടിലെ ഭേദഗതിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെമ്പേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പിന്റെ കേസാണ് പുതുതായിട്ട് ഭേദഗതിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇനി അടുത്ത മാറ്റം വന്നിട്ടുള്ളത് സെക്ഷൻ 70 വന്നിട്ടുള്ള ഭേദഗതിയാണ്. അതായത് സെക്ഷൻ 70 തന്നെ സബ്സെക്ഷൻ 6 നമുക്കറിയാം ഒരു അവാർഡ്, പാസ് ആൻഡ് അവാർഡ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിന് ശേഷം കൂട്ടിച്ചേർത്തതാണ് വിതിൻ എ പീരീഡ് ഓഫ് 1 year ഇൻ കേസസ് വെർ മോണിറ്ററി മാറ്റേഴ്സ് ആർ ഇൻവോൾവ്. അതായത് മോണിറ്ററി മാറ്റേഴ്സിലാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എത്ര കാലത്തിനുള്ളിൽ വരണം?
1 വർഷത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്ന് പറയുന്ന ഒരു ക്ലോസും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അമെൻമെന്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മോണിറ്ററി മാറ്റേഴ്സിന്റെ കാര്യമാണ് ഇതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മോണിറ്ററി മാറ്റേഴ്സ് ആണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്ന ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസിഷൻ ആണ് അല്ലെ, തീരുമാനമാണ് അല്ലെ, വിധിയാണ്. അപ്പോൾ എടുക്കണം എന്ന് പറയുന്നുണ്ട് 1 വർഷത്തിനുള്ളിൽ മോണിറ്ററി മാറ്റേഴ്സിന്. ശ്രദ്ധിക്കൂലോ. ഇനി നോക്കൂ, സെക്ഷൻ 70A നമുക്കറിയാം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ കുറിച്ചാണ് സെക്ഷൻ 70A പറയുന്നത്. അതിൽ പറയുന്നുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട്. ആർബിട്രേഷൻ കോടതിയിലെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ആള് ആരായിരിക്കണം? ഷാൾ ബി ആൻ ഓഫീസർ ഓഫ് ആൻഡ് എബവ് ദ റാങ്ക് ഓഫ് എ മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്. നോക്കൂ, ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള KCS ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് അത് ഗവൺമെന്റ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഭേദഗതിയിൽ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ഇരിക്കുന്ന വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത് എന്തായിരിക്കണം? എബവ് ദ റാങ്ക് ആണ്, നോട്ട് ബിലോ ദ റാങ്ക് അല്ല, എബവ് ദ റാങ്ക് ആണ്. എബവ് ദ റാങ്ക് ഓഫ് ആരായിരിക്കണം? മുൻസിഫ് മജിസ്ട്രേറ്റ്. ജുഡീഷ്യൽ സർവീസിലുള്ള ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് റാങ്കിനും മുകളിലുള്ള ആളായിരിക്കണം ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി. മനസ്സിലായോ? ഇതാണ് പുതിയൊരു ഭേദഗതി. അപ്പൊ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ട്രിബ്യൂണലിന്റെ കാര്യം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ കാര്യം, ഇതൊക്കെ വരുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷനൊക്കെ ചാൻസ് ഉള്ളതാണ് അല്ലെ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ട്രിബ്യൂണൽ ആണെങ്കിൽ അവിടുത്തെ യോഗ്യത എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. പക്ഷെ ഇവിടെ അതല്ല കേസ്. ഇവിടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഇപ്പോഴാണ് കൃത്യമായിട്ട് ആ ഒരു എന്തായിരിക്കണം ക്വാളിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം എബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ജുഡീഷ്യൽ സർവീസ് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് നോക്കാം, ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതായത് ഇപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്ര കാര്യങ്ങളാണ് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഇത് വെച്ചിട്ട് ഈ ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നോക്കാം. നോക്കൂ, which of the following combination of nature of dispute and authority to whom it shall be referred is correct? ചോദ്യം നന്നായിട്ട് വായിക്കുക കേട്ടോ. which of the following, ഓക്കെ, തന്നിട്ടുള്ള ഫോളോയിങ്ങിൽ ഏതാണ് കോമ്പിനേഷൻ ഓഫ് നേച്ചർ ഓഫ് ഡിസ്പ്യൂട്ട് ആൻഡ് അതോറിറ്റി? അതായത് ഒന്ന് ഡിസ്പ്യൂട്ട്, നേച്ചർ ഓഫ് ഡിസ്പ്യൂട്ട് ആൻഡ് അതോറിറ്റി തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയത് ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഇത് കറക്റ്റ് ആയത് കണ്ടുപിടിക്കാനാണോ അതോ തെറ്റായത് കണ്ടുപിടിക്കാനാണോ ചോദിച്ചത് നോക്കണം. അപ്പൊ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് കറക്റ്റ് ആയത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ, കറക്റ്റ് ആയത് കണ്ടുപിടിക്കണം. അപ്പൊ പേന എടുക്കുക, കറക്റ്റ് എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യാം. ഇനി നോക്കി ഓപ്ഷൻസ് നമുക്ക് വായിച്ചു നോക്കാം. സോറി, ഓപ്ഷൻ അല്ല, ചോദ്യം വായിച്ചു നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ ഓഫ് സൊസൈറ്റി. അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. ശരിയാണോ? നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആരാണ് ഡീൽ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് നിങ്ങൾക്ക് അറിയാലോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഓപ്ഷൻസിലേക്ക് പോവുക. എന്തിലേക്ക് പോവുക? ഓപ്ഷനിലേക്ക് പോവുക. ഇനി ഓപ്ഷൻ നോക്കിയേ, 4 ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പൊ ചോദിച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായത് കണ്ടെത്താനാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ 1 എന്ന ഓപ്ഷൻ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞോടെ, വെട്ടിക്കളഞ്ഞോടെ. അപ്പൊ നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എയിലും ബിയിലും 1 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പിന്നെ അത് കളയാൻ പറ്റില്ല. അപ്പൊ സിയും ഡിയും നോക്കുമ്പോൾ സിയിൽ എന്തില്ല? 1 എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതല്ല ആൻസർ. ഡി നോക്കൂ, 2 and 3 അതും അല്ല. അപ്പൊ നോക്കൂ, 2 ഓപ്ഷൻ പോയി. ഇനി നമ്മുടെ മുന്നിൽ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ, എയും ബിയും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാന്ന് നമുക്ക് അറിയാലോ. ഇനി നോക്കൂ, ഓപ്ഷൻസ് നോക്കിയേ, 1 and 3 1 and 4. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ കൂടി ഇവിടെ വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി 3 4 മാത്രമേ നോക്കുള്ളൂ. അപ്പൊ നമുക്ക് 3 4 ഏതാണ് ശരിയെന്ന് നോക്കാം. 3 വായിക്കാം കേട്ടോ. മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ ഓഫ് സൊസൈറ്റി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഓ, ഇത് നമ്മൾ ആദ്യം വായിച്ചത് നേരെ ഓപ്പോസിറ്റ് അല്ലേ. മോണിറ്ററി ഡിസ്പ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് തീർപ്പാക്കണമെന്നാണ്. അത് തെറ്റല്ലേ? മോണിറ്ററി ഡിസ്പ്യൂട്ട് അല്ലല്ലോ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് അല്ലേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ പിന്നെ ഈ ഓപ്ഷനും തെറ്റായി. അപ്പൊ 4ാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കാതെ തന്നെ നമുക്ക് എന്തുത്തരം കിട്ടി? ബി എന്ന് പറയുന്ന 1 and 4 ആണ് കറക്റ്റ് ആയത് എന്ന് കിട്ടി. കണ്ടോ, 1 and 4 ആണ് കറക്റ്റ് ആയത്. കണ്ടോ? അപ്പൊ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസിൽ എലിമിനേറ്റ് ചെയ്ത് ശരിയായ ഉത്തരത്തിലേക്ക് എത്താം. കണ്ടോ, സത്യം പറഞ്ഞാൽ നമ്മൾ ആകെ ഈ 4 സ്റ്റേറ്റ്മെന്റിൽ 2 ആകെ വായിച്ചിട്ടുള്ളൂ. പക്ഷെ ഉത്തരം നമുക്ക് ഇപ്പൊ തന്നെ കിട്ടി.
അതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. എന്നാലും ഞാൻ വായിക്കാം. നാലാമത്തത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ രജിസ്ട്രാർ ആണ്. സത്യമാണല്ലോ, കാരണം മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ കൈകാര്യം ചെയ്തത് രജിസ്ട്രാർ ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. യെസ്. അപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, അതിലേക്ക് പോവാം. യെസ്, ഇത് നോക്കൂ. ഇനി പേടിക്കേണ്ടെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ചോദ്യം നോക്കാം. ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു ഡ്യൂട്ടീസ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ റിലേറ്റഡ് ടു സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അപ്പോൾ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ് ചോദ്യം. ഇനി ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് എന്നാ പറഞ്ഞേക്കണം. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻഅപ്രോപ്രിയേറ്റ് ആയത് കണ്ടുപിടിക്കാനാ, അതായത് തെറ്റായത് കണ്ടുപിടിക്കാനാ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നോക്കണം, ഇത് കൃത്യമായിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കണം. അപ്പൊ ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആയത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇൻഅപ്രോപ്രിയേറ്റ് ആയത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ തലയിൽ ഉണ്ടാവണം കേട്ടോ. തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. രജിസ്ട്രാർ അപ്പോയിന്റഡ് ആസ് ആർബിട്രേറ്റർ ഹാസ് നോ റൈറ്റ് ടു യൂസ് വേർഡ് കോർട്ട് ഇൻ ഹിസ് പ്രൊസീഡിംഗ്സ് ആൻഡ് ഹാവ് ജുറിസ്ഡിക്ഷൻ ടു ഡിസൈഡ് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഒള്ളി. ഈ ഒള്ളി എന്നൊക്കെയുള്ള വാക്ക് വരുമ്പോൾ പ്രത്യേകം ഒന്ന് നോക്കണം കേട്ടോ. മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഒള്ളി. ആരുടെ കാര്യം ഇവിടെ പറയുന്നത്? രജിസ്ട്രാറോ അല്ലെങ്കിൽ ആർബിട്രേറ്ററോ. അപ്പൊ രജിസ്ട്രാറിനോ ആർബിട്രേറ്ററോ നോക്കുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ട് മാത്രമാണ് എന്ന്. ശരിയല്ലേ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലോ. അതോ നിങ്ങൾക്ക് സംശയമില്ലല്ലോ, മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്, ആർബിട്രേറ്റർ ആണ്. അത് ഓക്കെയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റായത് കണ്ടുപിടിക്കാനാ. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷനിലേക്ക് വരാം. തെറ്റായത് കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട് ഇതെന്തായാലും ഉത്തരാവില്ല. തെറ്റായതാണല്ലോ കണ്ടുപിടിക്കണ്ടേ. ഇനി ഒന്നും വല്ല ഓപ്ഷനിലുണ്ടോ? ഇല്ല. പിന്നെ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേക്ക് പോവാം. The registrar or any person conferred with the powers of registrar is only a quasi-judicial authority and not a court. അതായത് രജിസ്ട്രാറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന വ്യക്തിയോ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി മാത്രമാണ്, ഒരു കോടതി അല്ല എന്ന്. സത്യമാണ്, ഒരു കോടതിയല്ല, ഒരു ക്വാസി ജുഡീഷ്യൽ, അതായത് ജുഡീഷ്യറിയുടെ കുറച്ച് അധികാരങ്ങളൊക്കെ ഉള്ള ഒരു ക്വാസി, ഒരു പാർഷ്യൽ ജുഡീഷ്യൽ അതോറിറ്റി മാത്രമാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നമുക്കറിയാം. ഇനി നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് വിചാരിക്കൂ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇങ്ങനെ ചെയ്താൽ തന്നെ ഉത്തരം കിട്ടി. എന്നാലും ഞാൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടി കാണിച്ചു തരാം. മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു സർവീസ് മാറ്റേഴ്സ് ആർ നോട്ട് ടു ബി അബ്ജുഡിക്കേറ്റഡ് ബൈ രജിസ്ട്രാർ. മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണ്. ഓക്കെ, സർവീസ് മാറ്റേഴ്സ് ആർ നോട്ട് ടു ബി അബ്ജുഡിക്കേറ്റഡ് ബൈ രജിസ്ട്രാർ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സർവീസ് മാറ്റേഴ്സ് രജിസ്ട്രാർ അല്ല നോക്കുന്നതെന്ന്. അത് സത്യല്ലേ? സർവീസ് മാറ്റേഴ്സ് നോക്കുന്നത് രജിസ്ട്രാർ അല്ലല്ലോ. ആരാ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയല്ലേ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് സർവീസ് മാറ്റേഴ്സ് നോക്കുന്നത്. അപ്പൊ പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ പിന്നെ ഏതൊക്കെ ഓപ്ഷൻ കളയാം? ഈ ഓപ്ഷൻ കളയാം. കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. അപ്പൊ പിന്നെ ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആയതല്ല. അടുത്ത നോക്കിയേ, ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റിലും തേർഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതും അല്ല. നോക്ക്, ആൻസർ കിട്ടി 4 and 5. 4 and 5 നമ്മൾ വായിച്ചിട്ടേ ഇല്ല. പക്ഷെ എന്താ, നമ്മുടെ ഉത്തരം 4 and 5 കിട്ടി. ഇനി അതൊന്നും കൂടി പരിശോധിക്കാൻ, ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം കേട്ടോ. അപ്പൊ ഉത്തരം തന്നെയാണ് 4 and 5 ആണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം അത് ശരിയല്ലേ എന്ന്. The dispute in connection with employment of officers and their promotion and seniority are to be adjudicated by registrar. രജിസ്ട്രാർ ആണത്ര എംപ്ലോയ്മെന്റ് ഓഫ് ഓഫീസേഴ്സിന്റെ കാര്യം, അവരുടെ പ്രൊമോഷന്റെ കാര്യമൊക്കെ നോക്കണത്. അത് തെറ്റല്ലേ? നമ്മളോട് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ നോക്കേ. രജിസ്ട്രാർ ഹാസ് ദ പവർ ടു അബ്ജുഡിക്കേറ്റ് അപ്പോൺ ദ സർവീസ് ഡിസ്പ്യൂട്ട്സ് ഇൻ എ സൊസൈറ്റി. ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഒന്ന് ചുരുക്കി എഴുതിയിട്ടുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ്. അഞ്ചാമത്തേലും പറയണത് സർവീസ് മാറ്റേഴ്സ് രജിസ്ട്രാർ ആണ് നോക്കുന്നത് എന്ന്. അത് തെറ്റാണ്. സർവീസ് മാറ്റേഴ്സ് നോക്കുന്നത് ആരാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയാണ് ആ ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കുന്നത്. അപ്പൊ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ 4ഉം 5ഉം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ്. അതായത് മൊത്തം ഈ ചോദ്യങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ, ഈ 2 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണിത്. ഈ 2 ചോദ്യങ്ങളിലും നമുക്ക് ആകെ ഒറ്റ കാര്യം പരിശോധിക്കുന്നുള്ളൂ. ഡിസ്പ്യൂട്ടുകൾ ഏതൊക്കെ തരത്തിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാം. മോണിറ്ററി ഡിസ്പ്യൂട്ടും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടാണ്. അതിന്റെ അതോറിറ്റി, അത് ഡിസൈഡ് ചെയ്യുന്ന അതോറിറ്റി ആരാണ് അല്ലെ? ഇതിൽ തീർപ്പ് കൽപ്പിക്കുന്ന അധികാരം ആർക്കാണുള്ളത്? നോൺ മോണിറ്ററി ആണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയും, മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ രജിസ്ട്രാറും. ഈ ഒരു കാര്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഉത്തരത്തിലേക്ക് അറിയേണ്ടത് ആ ഒരു അപ്രോച്ചാണ്. മനസ്സിലായോ? എങ്ങനെ അങ്ങോട്ട് എത്തണം എന്നുള്ള വഴിയാണ്. ആ വഴിയാണ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ഒരു ചോദ്യം കൂടി ഉണ്ട്. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്. അപ്പോൾ ട്രൂ ആയതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി സെറ്റിൽഡ് ബൈ എനി ലോക്കൽ കോർട്ട്. ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി സെറ്റിൽഡ് ബൈ എനി ലോക്കൽ കോർട്ട് എന്ന്. ഏതെങ്കിലും ലോക്കൽ കോടതിക്ക് ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? ഈ സെക്ഷൻ 69 പ്രകാരമുള്ള ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ പിന്നെ ഇത് തെറ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ് കേട്ടോ. ഡിസ്പ്യൂട്ട്സ് മസ്റ്റ് ബി റെഫർ ടു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഫോർ നോൺ മോണിറ്ററി ഇഷ്യൂസ് ആൻഡ് ടു രജിസ്ട്രാർ ഫോർ മോണിറ്ററി ഇഷ്യൂസ്. ശരിയാണ് അല്ലേ? നോൺ മോണിറ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയും, മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാറും. ശരിയാണ്. അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇപ്പം തന്നെ കിട്ടി. 3ഉം 4ഉം വായിക്കേണ്ട ആവശ്യമില്ല. ബി എന്നുള്ളതാണ് ശരിയായ ഉത്തരം നമുക്കറിയാം. ഇനി സി ഓൺലി മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് തെറ്റാണ്. കാരണം മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് രജിസ്ട്രാർ ആണ്, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. നോ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി റിസോൾവ് അണ്ടർ ദിസ് സെക്ഷൻ. അതും തെറ്റാണ്. കാരണം ഇതിന്റെ കീഴിൽ ഒരു ഡിസ്പ്യൂട്ടും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. തെറ്റല്ലേ? മോണിറ്ററി ഡിസ്പ്യൂട്ടും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും നമ്മൾ ഈ സെക്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തീർപ്പ് കൽപ്പിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടി. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ടെൻഷൻ ആവരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം എത്ര വലിയ ചോദ്യം ആയിക്കോട്ടെ, എത്ര സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ ആകെ അറിയേണ്ടത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ലോ പഠിക്കുമ്പോൾ, ലോ എന്ന് മാത്രമല്ല ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു അപ്രോച്ചാണ്. അതായത് ശരിയായത് ഏത്, തെറ്റായത് ഏത്. അപ്പം എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക. ശരിയായതാണോ തെറ്റായതാണോ, എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുക, നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കളയാൻ പറ്റുമോ അതൊക്കെ കളഞ്ഞ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് ഈ വീഡിയോ ഒന്നുകൂടി കാണുക. ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത രീതി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോഡൽ എക്സാംസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ ഉപയോഗിക്കാത്ത കാലത്തോളം ഇത് നിങ്ങളുടേതാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു അപ്രോച്ച് മനസ്സിലായി കഴിഞ്ഞാൽ അത് തലയിൽ ഉണ്ടായ പോരാ, അത് ചെയ്തു നോക്കണം. ചെയ്തു നോക്കുക എങ്ങനെയാ? പരീക്ഷയ്ക്ക് ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ചിലൂടെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എലിമിനേഷൻ ടെക്നിക്ക് വെച്ച് നമുക്ക് സുഖമായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള അപ്രോച്ച് ഒക്കെ പഠിച്ചു. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബേസിക് ആയിട്ട് കൺസെപ്റ്റ് അറിയണം, അല്ലെ? കണ്ടന്റ് അറിയണം, എന്താണ് ആ വിഷയം എന്നറിയണം, ആ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ടാണ് നിങ്ങൾക്ക് CC-യുടെ പുതിയ ബാച്ച്, CSEB-യുടെ ഒരു ലോങ് ടേം ബാച്ച്, CSEB എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 3 മാസത്തെയും 6 മാസത്തെയും ഒരു ബാച്ച് CC-യിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പോയിന്റുകളും അടിവരയിട്ട് പഠിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് വ്യക്തമായിട്ട് നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. കൃത്യതയാർന്ന ഉത്തരം, വ്യക്തതയോട് കൂടിയിട്ടുള്ള ഉത്തരം കൃത്യതയാർന്ന പഠനത്തിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതിന് ഈ ഒരു ബാച്ച് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം ഇനി വരുന്ന പരീക്ഷകൾ ഒരുപക്ഷെ നെഗറ്റീവ് മാർക്കിംഗ് വരാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നമ്മളുടെ റാങ്ക് ഒരിക്കലും പിന്നിലാവാൻ പാടില്ല. ആദ്യത്തെ റാങ്കിൽ തന്നെ, 1ാമത്തെ റാങ്കിൽ തന്നെ ജോലി കയറണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തിനെ ഊന്നൽ നൽകാനായിട്ട്, അതിനെ ശക്തിപ്പെടുത്താനായിട്ട് ഈ ഒരു ബാച്ച് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ലോങ് ടേം ബാച്ച് ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവാം. ഡെയിലി മോഡൽ എക്സാംസ്, അല്ലെ? ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റും മോഡൽ എക്സാംസും കൃത്യമായ മെന്റർഷിപ്പും എല്ലാം, പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു വെല്ലുവിളിയല്ല, ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.